കോതമംഗലത്ത് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ അവകാശപ്പെട്ടു. വോട്ടർമാരിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ മൂന്നാം വിജയമാണ് ആന്റണി നോക്കിക്കാണുന്നത്. കോതമംഗലം മണ്ഡലത്തിൽ ചരിത്ര നേട്ടമാണ് LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ മുന്നിൽ കാണുന്നത്. TM ജേക്കബിനും VJ പൗലോസിനും ശേഷം കോതമംഗലത്ത് 3 വട്ടം MLA ആകുന്നയാളാകും ആന്റണി ജോൺ. ഇത്തവണ വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ആന്റണി ജോൺ പറഞ്ഞു. എല്ലാ പ്രദേശങ്ങളിലും മികച്ച നിലയിലുള്ള പോളിംഗ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുറേ ബൂത്തുകളിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഭാര്യയോടൊപ്പം ഇവിടെ എത്തിയത്. എല്ലാ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും ജനങ്ങളുടെ ഒരു മികച്ച പ്രതികരണം, മികച്ച പിന്തുണയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. അത് പോളിംഗ് ദിവസവും നമ്മൾ ബൂത്തുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആ നിലയിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി കോതമംഗലത്തെ ജനങ്ങൾ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി കോതമംഗലം മണ്ഡലത്തിലെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. എല്ലാവരും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പ്രചരണത്തിൻ്റെ നാളുകളിലെല്ലാം ആ നിലയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസവും എല്ലാ ബൂത്തുകളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ആ നിലയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 3ാമത് അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനോടൊപ്പം കോതമംഗലത്തു നിന്നും MLA ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് എല്ലാ മേഖലയിൽ നിന്നും വരുന്നത്. 2016 20,000-ൽ പരം വോട്ടോടെ വിജയിച്ച ആന്റണി 2021 6,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും ഇത്തവണയും വിജയിക്കാനാകുമെന്നാണ് LDF-ന്റെയും വിലയിരുത്തൽ. GTV ന്യൂസ്, കോതമംഗലം.